ക്യാമ്പസ് മെന്റലിസം ഇവിടെ ആരംഭിക്കുന്നു. ചെമ്പഴന്തി SN കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ മുമ്പാകെയാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഈ മാജിക്കിന് 4 പേരുടെ സഹായമാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് 4 പേരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ 4 ബോളുണ്ട്. ഈ 4 ബോൾ ഞാൻ നിങ്ങളുടെ ഭാഗത്തേക്ക് അടിച്ചു തരും. ആ ബോൾ കയ്യിൽ കിട്ടുന്ന ആളുകൾ ബോൾ പിടിച്ചു നിൽക്കുക. യു റെഡി ഫോർ ദാറ്റ്? റെഡി? കം ഓൺ. ഇപ്പൊ 4 പേരുടെ കയ്യിൽ ബോളുണ്ട്. ആ ബോള് ദയവായി 4 പേർക്ക് അത് കയ്യിൽ ഉയർത്തിപ്പിടിക്കാം പ്ലീസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോളിനെ അടുത്തടുത്ത ആളുകളിലേക്ക് എറിഞ്ഞു കൊടുക്കാം. എവിടെയാണോ മ്യൂസിക് പോസ് ചെയ്യുന്നത് ആ സമയത്ത് ആരുടെ കയ്യിലാണോ ബോൾ ഇരിക്കുന്നത് അവരാണ് വേദിയിലേക്ക് വരേണ്ടത്. യു റെഡി? സ്റ്റാർട്ട് ദി മ്യൂസിക്. കം ഓൺ. യപ്പ്. റൈറ്റ് നൗ. യെസ്. വെരി ഗുഡ്. ഇനി ഈ 4 പേരിൽ നിന്നും ഒരു ലീഡർ എനിക്ക് വേണം. എൻ്റെ കയ്യിലൊരു മാലയുണ്ട്, ഒരു ഹാരമുണ്ട്. ഇത് ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞെന്ന് അങ്ങോട്ട് എറിയും. ആരുടെ കയ്യിലാണോ ഈ മാല വന്ന് വീഴുന്നത് അവർക്ക് എടുക്കാം. Come on. Yeah. Congratulations. എന്താ പേര്? സുബിൻ. ഏത് ക്ലാസ്സിലാണ് സുബിൻ പഠിക്കുന്നത്? സെക്കൻഡ് DC സൈക്കോളജി. ഗുഡ് സുബിൻ. ഓക്കെ സുബിനാണ് ഈ ടീമിലെ ലീഡർ. നിങ്ങൾക്കും കൂടി അടുത്തേക്ക് വരാം. സുബിൻ ചെയ്യേണ്ടത് ഇതിനകത്ത് എല്ലാ കാർഡ്സും ഉള്ള ഒരു ഡെക്ക് കാർഡ്സാണ്. റൈറ്റ് സുബിൻ ചെയ്യേണ്ടത് ഈ മൊത്തം കാർഡ്സ്, ഈ പാക്കറ്റ് കാർഡ്സ് ഞാൻ നന്നായി ഷഫിൾ ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് സുബിൻ ഇതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ ഈ കയ്യിലേക്ക് എടുത്ത് വെക്കാം. വെരി ഗുഡ്. ഇപ്പൊ സുബിൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കട്ട് ചെയ്തിരിക്കുന്നു അല്ലേ? ഇനി സുബിൻ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത പോർഷനുള്ള കാർഡ് സുബിൻ എടുക്കാം. ഒരു കാരണവശാലും ഞാൻ കാണരുത്. സുബിൻ മാത്രം കാർഡ് കാണുക. മനസ്സിൽ ശക്തമായി ഉറപ്പിക്കുക കാർഡ് എന്നാണെന്ന് വെച്ചാൽ അതിനുശേഷം ആ കാർഡ് സുബിൻ്റെ മനസ്സിൽ മാത്രം വയ്ക്കുക, പോക്കറ്റിലേക്ക് വെക്കുക. കാർഡ് കണ്ടല്ലോ അല്ലേ? ഓക്കെ, ബാക്കിയുള്ള കാർഡുകൾ അതുപോലെ തന്നെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ സുബിൻ്റെ മനസ്സിൽ മാത്രമാണ് ആ കാർഡുള്ളത്. ഇത് ടെലിപ്പതി എന്ന മാജിക്കാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ ഇന്ദ്രിയ സ്പർശമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മാജിക്ക്. ഈ മാജിക്കിൽ കഥാപാത്രങ്ങളാകുന്നത് വീണ്ടും സിനിമാ താരങ്ങളാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ടെലിഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഒരു സ്റ്റാറിനെ ഇവർക്ക് സെലക്ട് ചെയ്യാം. ആ സ്റ്റാറിനെ നമ്മൾ വിളിക്കുന്നു. അതിനുശേഷം ഈ കാർഡ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് നമ്മൾ ശ്രമിക്കുന്നു. റൈറ്റ്? ഇതിനകത്ത് എല്ലാ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെയും പേരുകളുണ്ട്. ഇതിനകത്തു നിന്നും ഓരോ പേരുകൾ സെലക്ട് ചെയ്യാം. വാട്ട്സ് യുവർ ഗുഡ് നെയിം? ശ്രീവിദ്യ. ഓക്കെ, ശ്രീവിദ്യ ഒരു സ്റ്റാറിനെ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. And Subin is the leader and the finest chance to you. Is everybody okay out there? Everybody. Now friends, നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റാർ ആരാണ് എന്ന് ശ്രദ്ധിക്കാം. താങ്കളുടെ പേര്? അജിത്തിന് ഏത് സ്റ്റാറിനെ കിട്ടിയിട്ടുള്ളത്? വായിക്കാം, തുറന്ന് വായിക്കാം. മമ്മൂട്ടി. ഓക്കെ, അങ്ങയുടെ പേര്? അനു. ഏത് സ്റ്റാറിനെ കിട്ടിയിട്ടുള്ളത്? ശ്രീനിവാസൻ. ഗുഡ്. ശ്രീവിദ്യ ഏത് സ്റ്റാറിനെ കിട്ടിയിട്ടുള്ളത്? ജയറാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സുബിന് കിട്ടിയിട്ടുള്ള സ്റ്റാർ ഏതാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. സുബിൻ ഏത് സ്റ്റാറിനെയാണ് കിട്ടിയിട്ടുള്ളത്? മോഹൻലാൽ. ഓക്കെ, നമുക്ക് മോഹൻലാലിനെ ട്രൈ ചെയ്യാം.
മോഹൻലാലിനെ നമുക്ക് ട്രൈ ചെയ്യാം. ഹലോ. ആ ലാലേട്ടാ നമസ്കാരം. മുതുകാടാണ് വിളിക്കുന്നത്, മജീഷ്യൻ. മനസ്സിലായി, ഞാൻ നിങ്ങളുടെ പേര് കണ്ടു, അതാണ് എടുത്തത്. ഓക്കെ, സന്തോഷം. ഞാൻ ഒരു പ്രോഗ്രാമിനിടയ്ക്കാണ്, ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, വേൾഡ് ഓഫ് മാജിക്കിലെ ക്യാമ്പസ് മെന്റലിസം എന്നുള്ള പരിപാടി. അപ്പോൾ അതിനകത്ത് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കാണ്. ഓക്കെ, ലാലേട്ടൻ എവിടെയുള്ളത്? ഞാൻ മദ്രാസിലാണ്. മദ്രാസിലാണ്. ഓക്കെ. മാജിക്കിലെ പാർട്ട് എന്ന് പറയുന്നത് ഈ കോളേജിലെ സ്റ്റുഡൻസിനിടയിൽ നിന്നും കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒരു സ്റ്റുഡൻറ്റ് ഒരു കാർഡ്, നമ്മൾ പ്ലേയിങ് കാർഡിൽ ഒരു കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നു. അവർ ഒരു പ്ലേയിങ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ് സ്വന്തം ഇഷ്ടപ്രകാരം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിനെയാണ്. കുട്ടികളെല്ലാം ഭയങ്കര ആർപ്പ് വിളിയാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാർഡ് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, എനിക്ക് അറിഞ്ഞുകൂടാ, ഓഡിയൻസിന് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ആ കാർഡൊന്ന് മനസ്സിലാക്കിയെടുത്ത് മദ്രാസിലിരിക്കുന്ന മോഹൻലാലിൻ്റെ മനസ്സിലേക്ക് ഞാൻ ആ കാർഡിൽ നിന്ന് ടെലിപ്പതിക് ട്രാൻസ്ഫറിലൂടെ അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഏത് കാർഡാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. ഞാൻ ആ കാർഡ് പറയണോ? കാർഡൊന്ന് പറയാൻ ട്രൈ ചെയ്തത് വലിയ സന്തോഷം. കിട്ടിയിരിക്കുന്ന പേര് പറഞ്ഞോളൂ. സുബിൻ. സുബിൻ. സുബിനാണ് പേര്. സുബിൻ. സുബിൻ ആണോ പെണ്ണോ? ആണാണ്. പുള്ളിയുടെ പോക്കറ്റിലിട്ടിരിക്കുകയാണ് കാർഡ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ കാർഡ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സെക്കൻഡ് ലാലേട്ടാ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ലാലേട്ട ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിരുന്നാലേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ടെലിപ്പതിക് ട്രാൻസ്ഫർ വഴി അങ്ങോട്ട് അയക്കുകയാണ്. ഓക്കെ, ഒന്ന് ലാലേട്ടൻ ട്രൈ ചെയ്യാമോ? ഏതാണ് കാർഡ് എന്നുള്ളത് മനസ്സിൽ തെളിഞ്ഞ കാർഡ്? ഷർട്ടും പാൻറ്റും ആണ്. വൈറ്റ് ഷർട്ടാണ്, ഒരു കാക്കി കളറുള്ള പാൻറ്റാണ്. ഷർട്ടിന്റെ പോക്കറ്റിലാണ് കാർഡ് ഇരിക്കുന്നത്. കൈ പോക്കറ്റിൽ വെച്ചാൽ മതി. ഓക്കെ, വെച്ചിട്ടുണ്ട്. ആ പോക്കറ്റിന്റെ പുറത്ത് വെച്ചിട്ട് എന്നെ ഒന്ന് ശരിക്കും എന്നെ കൂടെ ഒന്ന് ശരിക്കും ധ്യാനിക്കാൻ പറയണം മനസ്സിലൊന്ന്. മോഹൻലാലിനെ കൂടെ ധ്യാനിക്കാൻ. ഓക്കെ, ധ്യാനിക്കുന്നുണ്ട് സുബിൻ. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നത് എന്താ പറയാ, സുബിന്റെ 5 വിരലുകളാണ്. 5 വിരലുകളാണ് കാണാൻ പറ്റുന്നത്. അത് സുബിന്റെ ഹൃദയത്തിന്റെ മുകളിലിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഹൃദയത്തിന്റെ മുകളിലിരിക്കുന്ന 5 വിരലുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5 ഹാർട്ട്സ് ആയിരുന്നു. 5 ഓഫ് ഹാർട്ട്സ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് റൈറ്റ്. ഒന്ന് കാർഡ് കാണിക്കാമോ? 5 ഓഫ് ഹാർട്ട്സ്. ഓക്കെ, ഓഡിയൻസ് എല്ലാം വളരെ ത്രില്ലിലാണ്, വളരെ സന്തോഷത്തിലാണ്. ലാലേട്ടാ, കുട്ടികൾ ചോദിക്കുന്നു അവരോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ. എല്ലാവർക്കും പിന്നെ നന്ദി. ഇതൊരു എക്സലന്റ്, ദിസ് ഈസ് എന്താ പറയുന്ന, നമ്മളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും വലിയൊരു ജോലിയാണ് മിസ്റ്റർ മുരുകാർ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹൈറ്റ് ഓഫ് പെർഫോമൻസ്. അപ്പം ഓക്കെ, എൻജോയ് ദ ഷോ. ഞാൻ എന്റെ ജോലിയിലേക്ക് പോകുന്നു, ഷൂട്ടിങ്ങിലേക്ക്. നല്ല ദിവസമായി മാറട്ടെ എല്ലാവർക്കും. ഓക്കെ, വളരെ സന്തോഷം ലാലേട്ടാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.